പുതുശ്ശേരിയിലുള്ള ഒരു ജവഹർ നഗറിലെ ഒരു സിന്ദൂരം എന്ന വീട്ടിലെ വന്നിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്യാൻ സാധിച്ചു. ആർക്കിടെക്ട് ആണ്. ഇപ്പോൾ ഞാൻ HCP എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ urban ഡിസൈൻ പ്രോജക്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടൗൺഷിപ്പ്, ടൗൺ പ്ലാനിങ് അതുപോലത്തെ പ്രോജക്ട്സിലാണ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഒരു ഇരുട്ട് ഫീൽ ആയിരുന്നു. ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് എന്താ പറയുന്നത്, കയറി വരുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ശരിക്കും വീട് നമ്മുടെ ഒരു ട്രഡീഷണൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്തോടെ കുറച്ച് കണ്ടംപററി മോഡേണൈസേഷൻ നമ്മൾ ലൈറ്റിംഗിൽ ആഡ് ചെയ്തിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. അത് ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരുടെ ഇപ്പോ ഞാൻ ഡിസൈനർ ആയിട്ട് പോലും നമുക്കത് ഒരാളുടെ കൺവേ ചെയ്യുമ്പോൾ ആ ഫിനിഷിംഗിൽ കിട്ടണമെന്നില്ല. അത് കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും നമുക്ക് ആ ഒരു ഹാപ്പി ആയത്. അപ്പൊ അത് നല്ലൊരു ഇതാണ്. ഇപ്പോ ഞാനൊരു ഡിസൈനർ ആയാൽ പോലും നമ്മൾ ഡിസൈൻ ചെയ്ത സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഒരാൾ വേണം. അപ്പോൾ അങ്കിളുടെ എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പം റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കുറെ ആഗ്രഹമായിരുന്നു, ഇന്ന കളർ ടോൺ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ആവുമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു ഹരിയങ്കളാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ അങ്കിളുടെ വർക്ക് കണ്ടതാണ്. പക്ഷെ അങ്കിള് എന്റെ അടുത്ത് കൺവേ ചെയ്തതിനേക്കാളും നന്നായിട്ട് ഫിനിഷിംഗ് വന്നപ്പോഴാണ് ശരിക്കും അത് ഷോക്കായി മാറിയത്. കാരണം 6 months ഗ്യാപ്പിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ എക്സിക്യൂഷൻ മൊത്തം കണ്ടത്. അപ്പൊ ഫോട്ടോസ് അയച്ചതിനേക്കാളും ഞാൻ നേരിട്ട് വന്ന് കണ്ടപ്പോൾ 6 months ഇത്രയും ക്ലിയർ ഫിനിഷിംഗ് വന്നതാണ് ശരിക്കും ഇത്രയും ഒരു വോ ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി കളർ ടോണിന്റെ ലൈറ്റിംഗ് മാച്ച് ആയതാണ് എനിക്ക് ശരിക്കും എന്താ പറയുക ഈ സ്പേസിന് ഒരു ഫീൽ ആഡ് ഓൺ ആയത്. വരുന്നവരൊക്കെ ലൈറ്റിലോട്ടാണ് ആദ്യം നോക്കുന്നത്. കാരണം ഈ സ്പേസിനെ വലുതാക്കുന്നത് തന്നെ ആ ലൈറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങളുടെ ഗ്രോത്തും കാണുന്നത് തന്നെയാണ്. കാരണം ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 20 years ബാക്കാണ് ഫസ്റ്റ് വീട് അങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, വുഡൻ വർക്കും എല്ലാം അമ്മമ്മയുള്ള സമയത്ത്. അപ്പോ അന്നത്തെ ആ അങ്ങളുടെ ഒരു വർക്കും ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഇവോൾവ് ആയതും ശരിക്കും അതെനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാനത് എടുത്ത് പറയുന്നത് വെച്ചാല് മോളും ഡിസൈൻ ചെയ്യുന്നതും ഒരുപാട് വലിയ വലിയ ടൗൺഷിപ്പിന്റെ രീതിയിലും വീടിന്റെ അകത്തോളവും പല രീതിയിൽ ചെയ്യുന്നത്. അപ്പോ ഈ ആ വർക്കുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയി തോന്നിയോ? ഡിഫറെന്റ് ആണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പൊ എനിക്കും വീട്ടുകാർക്കും കുറച്ച് ഇന്റിമേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പേസസ് എങ്ങനെ മാറും എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആയിട്ടുള്ള പാർട്ടായിരുന്നു. അപ്പൊ അത് അങ്കിൾ ശരിക്കും ഞങ്ങൾക്ക് വേണ്ട രീതിക്ക് തന്നെ ചെയ്തു തന്നപ്പോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. എല്ലാ ഭാഗവും കംഫർട്ടായി തോന്നുന്നുണ്ടോ? യൂസ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ രീതിയിൽ? കാരണം അതിൽ എനിക്കൊരു കിട്ടിയിട്ടുള്ളൊരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ഇവിടെ എക്സസിങ് കുറച്ച് മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരിക്കലും എന്താ പറയാ ബ്രേക്ക് വരാത്ത രീതിയിൽ, കിടിവരുത്താത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാനാണ് എനിക്ക് മോളുടെ അമ്മ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് മാക്സിമം അത് കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോ അതെങ്ങനെയാണ് അത് സൂട്ടാക്കിയിട്ടുണ്ടായതായി തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി ഇപ്പൊ കബോർഡ്സ് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു മിറർ ഇങ്ങനെ വേണം, കബോർഡ് ചെയ്യണം. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല എങ്ങനെ പറയണം എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്കിളായിട്ട് ഫോണിലൂടെ സംസാരിച്ചപ്പോഴത്തേക്കും ആ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് അപ്പൊ എനിക്ക് വന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ വന്നത് ഒരു വെഡിങ് ഫംഗ്ഷൻ ആയിട്ടാണ്, ഒരു എക്സ്റ്റെൻഡഡ് ലീവ് ആയിട്ടാണ് വന്നത്. പക്ഷെ വന്ന് ആ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഡ്രസ് ചെയ്യുന്നതിനെ കൂടുതലും ഞാൻ അഡ്മയർ ചെയ്യുന്നത് ഞാൻ ആ മിറർ കണ്ടുകൊണ്ട് ചെയ്യുന്നതും കബോർഡ് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതും അതൊക്കെയാണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയി. മോൾ ഫ്ലാറ്റിലൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാറ്റിൽ ഞാൻ പങ്കളോട് ഞാൻ ഷെയർ ചെയ്തു കബോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്ലാറ്റിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതെനിക്ക് ഇവിടെ വരരുത്, ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെ നമ്മളത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് അത് ഞാൻ പറയാം അത്രയും ഹാപ്പി ആയി ഞാൻ. അങ്കിളുടെ എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതലേ എന്റെ വീടിന്റെ ഓരോ കാര്യങ്ങൾക്കും അങ്കിളാണ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് 20 years ആയി. സ്റ്റിൽ അങ്കിളുടെ ആ ഒരു വർക്കിന്റെ ഗ്രോത്ത് എനിക്ക് ആക്ച്വലി കാണാൻ പറ്റും. സോ അത് എന്റെ വീടിന് ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ 100% ഞാൻ അങ്കിളെ റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു മോളെ.